കണ്ണാ, പിറകിൽ നിന്ന് അമ്മയുടെ വിളികേട്ട് ലല്ലു എണീറ്റു. ഇതാരെയാ അമ്മ വിളിക്കുന്നേ? കല്ലു സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. എന്നെ ഇവിടെ അമ്മയും അച്ഛനും അങ്ങനെയാണ് വിളിക്കുന്നത്. വീട്ടിൽ പണ്ട് അയാൾ എന്നെ അങ്ങനെ വിളിക്കുമായിരുന്നു. എപ്പോഴോ അവിടെ വന്നപ്പോൾ അവർ പറഞ്ഞതാണ് ഈ പേര്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഈ വിളി കേൾക്കാം. എനിക്കിഷ്ടമാണ് ഈ പേര്, ലല്ലു ചിരിയോടെ പറഞ്ഞ് മുന്നോട്ട് നടന്നു. പിന്നാലെ കല്ലുവും. നിങ്ങൾ വാ, 2 പേർക്കും കഴിക്കാൻ ഞാൻ കേസരിയും നല്ല ചൂട് പാൽപ്പായസവും ഉണ്ടാക്കിയിട്ടുണ്ട്, അമ്മ ചിരിയോടെ പറഞ്ഞു. പിന്നെ 2 പേരും കൂടെ ഫുഡൊക്കെ കഴിച്ച് അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി വളരെ സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് തിരിച്ചത്. പോകുന്ന വഴി കല്ലു ഡിവോഴ്സ് വാങ്ങി പോകാൻ നിന്ന കാര്യം ലല്ലുവിനോട് പറഞ്ഞു. അപ്പോൾ ശരിക്കും നീ ഡിവോഴ്സ് വാങ്ങി പോകാൻ തന്നെ തീരുമാനിച്ചു? ലല്ലു ചോദിച്ചു. എന്തോ, എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ കൂടെ നിന്ന് വീണ്ടും വെറുപ്പ് വാങ്ങേണ്ടല്ലോ, കല്ലു ചിരിയോടെ പറഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ ഏതെങ്കിലും വക്കീലിൻ്റെ അടുത്തേക്ക് വണ്ടി തിരിച്ചാലോ, ലല്ലു ചിരിയോടെ ചോദിച്ചു. കല്ലു അവനെ കൂർപ്പിച്ചു നോക്കി. കല്ലു, എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം പറയാനുണ്ട്, ലല്ലു ഗൗരവത്തിലായി. കല്ലുവിനെ ഒന്ന് നോക്കിയിട്ട് വണ്ടി സൈഡിലൊതുക്കി. പിന്നെ രുക്കുവിൻ്റെ കാര്യം മുഴുവൻ അവൻ പറയാൻ തുടങ്ങി. ഞാനും ദേവനും ചെയ്തത് തെറ്റ് തന്നെയാണ്. സ്വന്തം ജീവിതം നോക്കാതെ അനിയത്തിമാരുടെ ജീവിതം നോക്കി. അതിലെനിക്ക് പിഴവ് സംഭവിച്ചില്ല. പക്ഷേ അവൻ അങ്ങനെയല്ല. അവൻ്റെ ജീവിതം ഇനി എങ്ങോട്ടാണെന്ന് അറിയില്ല. പിന്നെ രുക്കു പണ്ട് മുതൽ വാശിയുള്ള കൂട്ടത്തിലാണ്. അവളുടെ കാര്യം കാണാൻ അവളെക്കൊണ്ട് ആകുന്നതൊക്കെ ചെയ്യും, ലല്ലു പറഞ്ഞു. കല്ലു എല്ലാം കേട്ട് ഞെട്ടിയിരിപ്പാണ്. എൻ്റെ ദേവേട്ടൻ, ആ മനുഷ്യൻ എൻ്റെ വാശിക്കാണ് എന്നോട് പോലും ഒരു വാക്ക് പറയാതെ സ്വന്തം പ്രണയം കളഞ്ഞു അനിയത്തിക്ക് ജീവിതം നൽകാൻ പോയത്. എന്നിട്ടിപ്പോൾ ആ മനുഷ്യന് സ്വന്തം അമ്മയെപ്പോലും നഷ്ടമായി. രുക്കു ഇത്രയ്ക്ക് ക്രൂരയാണോ? കല്ലുവിന് അത് പറയുമ്പോൾ ദേഷ്യവും സങ്കടവും തോന്നി. അച്ഛൻ്റെ സ്വഭാവം അതുപോലെ രക്തത്തിൽ അലിഞ്ഞു കിട്ടിയ മോളാണ് അവൾ. ഞാൻ പറഞ്ഞു ഇത് കേസാക്കാം, അനിയത്തി എന്നൊരു പരിഗണന തെറ്റിനു മുന്നിലില്ലെന്ന്. പക്ഷേ മഹിയങ്കിൾ സമ്മതിക്കുന്നില്ല, ലല്ലു പറഞ്ഞു. പിന്നെ വീണ്ടും ഡ്രൈവിംഗ് തുടങ്ങി. കല്ലു ആലോചനയിലായിരുന്നു ഇനി ദേവേട്ടൻ്റെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ എന്നതിനെക്കുറിച്ച്. തൃച്ചംബകത്തിന് മുന്നിൽ ദേവയുടെ കാർ വന്നു നിന്നതും ഗായത്രി അകത്തുനിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വന്നു. അച്ഛാ, മഹിയെ പോയി ചുറ്റിപ്പിടിച്ചു അവൾ. ദേവ അവളെ പുഞ്ചിരിയോടെ നോക്കി. പിന്നെ കാറിൽ നിന്ന് രുക്കുവിൻ്റെ ബാഗും സാധനങ്ങളും ഒക്കെ എടുത്തു. അപ്പോഴേക്കും എല്ലാവരും ഉമ്മറത്തെത്തിയിരുന്നു. കയറി വാ. നിങ്ങളായിരുന്നോ? ഞാൻ കരുതി ലല്ലു ആകുമെന്ന്. മുത്തശ്ശൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ദേവ മഹിയൊന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി. അപ്പോൾ കല്ലുമോളും മോനും ഇവിടെ ഇല്ലേ? മഹി ചോദിച്ചു. ഇവർ 4 പേരും കൂടെ പുറത്തു പോകാനിരുന്നു. പെട്ടെന്ന് അവനൊരു കോൾ വന്ന് പുറത്തേക്ക് പോയി. പിന്നെ കല്ലുമോളും ഗായുവും കൂടെ പീറ്ററിൻ്റെ കൂടെ പുറത്തു പോയി. അപ്പോഴേക്കും ലല്ലു അവിടെ വന്നൂന്നു. പിന്നെ അവർ രണ്ടും കൂടെ എങ്ങോട്ടോ പോയി. കുറച്ചു മുന്നേ വിളിച്ചപ്പോൾ എത്താറായി എന്ന് പറഞ്ഞു, ഹേമ പറഞ്ഞു. അല്ല, ഇതെന്താ ഇവളുടെ ഡ്രസ്സെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ദേവ വാതുക്കൽ വെച്ച ബാഗ് നോക്കി ചിരിയോടെ ഹേമ പറഞ്ഞു. അതെ, എല്ലാം ഉണ്ട്. ഇനി ഡെലിവറി കഴിയും വരെ തരുണി ഇവിടെ നിൽക്കട്ടെ. അവിടെ അവളെ ശ്രദ്ധിക്കാൻ ഇപ്പോൾ ആരുമില്ല. ചെറിയമ്മ മാത്രമേ ഉള്ളൂ. മുത്തശ്ശിയുടെ കാര്യം അറിയാലോ, അതുകൊണ്ടാണ്. ദേവ ഒരു ചോദ്യത്തിന് അവസരം കൊടുക്കാതെ മറുപടി പറഞ്ഞു. ആ, അതേതായാലും നന്നായി. നിങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. ദാ ചായ എടുത്ത് കുടിക്ക്, മുത്തശ്ശി പറഞ്ഞു. രുക്കു ദേഷ്യം കടിച്ചു പിടിച്ചു നിൽക്കുവാണ്. ദേവയ്ക്ക് അത് കണ്ട് ചിരിയാണ്. രുക്കു ബാഗും എടുത്ത് മുറിയിലേക്ക് പോയി. ദേവയും എണീറ്റ് അവളുടെ അടുത്തേക്ക് പോയി. അച്ഛാ, ഞാൻ കൂടെ വരട്ടെ വീട്ടിലേക്ക്? ഗായി ചോദിച്ചു. വേണ്ട മോളെ, അവിടെ കുറച്ച് പൂജയും മറ്റുമുണ്ട്. അത് കഴിഞ്ഞ് അച്ഛൻ വന്ന് മോളെ വിളിച്ചോളാം, മഹി പറഞ്ഞു. ഗായുവിൻ്റെ മുഖം മങ്ങി. അല്ല, എന്ത് പൂജയാ തറവാട്ടിലിപ്പോൾ? മുത്തശ്ശൻ ചോദിച്ചു. എന്തൊക്കെയോ ചെറിയ ദോഷങ്ങളുണ്ടെന്ന് തിരുമേനി പറഞ്ഞു. അതാ അത്രേ, അടുത്തടുത്ത് ഓരോ ദുരന്തം, മഹി മറുപടി പറഞ്ഞു. അതേതായാലും നന്നായി നടക്കട്ടെ. പിന്നെ എല്ലാവരോടും ഓരോ കാര്യങ്ങൾ മഹി ചോദിച്ചു. കൂട്ടത്തിൽ പീറ്ററിനോടും സംസാരിച്ചു. രുക്കു ദേഷ്യത്തിൽ മുറിയിലിരിപ്പാണ്. ദേവ അവളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ പൊന്നുമോള് ഇനി ഇവിടെ ഇരുന്ന് ചേട്ടൻ്റെ സ്വപ്നം കണ്ടോ? പിന്നെ എനിക്കിപ്പോൾ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതിന് ഉത്തരം ഞാൻ വഴിയെ കണ്ടുപിടിച്ചോളാം. ഇവിടെ കിടന്ന് ആവശ്യമില്ലാത്ത ഓരോ ഷോ കാണിച്ച് എന്നെ ഇങ്ങോട്ട് വരുത്താൻ നോക്കിയാൽ അറിയാലോ നിനക്ക് എന്നെ. നീ പിന്നെ ജയിലിലായിരിക്കും അമ്മയെ കൊന്ന കുറ്റത്തിന്. ഞാൻ പൂട്ടും നിന്നെ. പിന്നെ നിന്റെ ഏട്ടനായ ആ മനുഷ്യനാണ് ഈ വീട്ടിൽ ഇച്ചിരി ബോധവും വിവരവും ഉള്ളത്. അതുകൊണ്ട് വെറുതെ അങ്ങേരോട് സോപ്പിടാൻ പോകണ്ട. അങ്ങേരെ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം, അസുരനാണ്. നിന്നെ ആ മനുഷ്യൻ തന്നെ വേണേൽ പിടിച്ച് ജയിലിലിടും. അല്ല, നിന്നെയൊക്കെ ജയിലിലിട്ടാൽ ജയിൽ നശിച്ചു പോകും. നിന്നെയൊക്കെ ഒന്ന് കെട്ടിത്തൂക്കണം. നല്ലതുപോലെ വേദന അറിഞ്ഞു വേണം
നിന്നെപ്പോലെ ഉള്ളതിനെയൊക്കെ കൊല്ലാൻ. അപ്പോ ഞാൻ പോട്ടടി കൊലപാതകി, ദേവ അവളെ നോക്കി പുച്ഛത്തിൽ പറഞ്ഞു പുറത്തേക്കിറങ്ങി. എന്നാൽ ഇതെല്ലാം കേട്ട് ഒരാൾ പുറത്തു നിന്നത് രണ്ടുപേരും അറിഞ്ഞില്ല. ദേവയും മഹിയും യാത്ര പറഞ്ഞ് ഇറങ്ങിയത് ലല്ലുവും കല്ലുവും വന്നതും ഒരുമിച്ചായിരുന്നു. കല്ലു ദേവനെ കണ്ടതും ഓടി വന്നു കെട്ടിപ്പിടിച്ചു. അവളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ദേവയ്ക്ക് വല്ലാത്ത ഒരു സന്തോഷം തോന്നി. ഞാൻ ഏട്ടനെ കാണാൻ വീട്ടിൽ വരുന്നുണ്ട്. എനിക്ക് ഏട്ടനോട് സംസാരിക്കാനുണ്ട്, കല്ലു പറഞ്ഞു. നീ വാ കല്ലൂസേ, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. അളിയ, കല്ലുവിനോട് ചിരിയോടെ പറഞ്ഞു ചേർത്ത് പിടിച്ചു. പിന്നെ ലല്ലുവിനെ നോക്കി ചിരിച്ചു. നീ അകത്തേക്ക് പൊയ്ക്കോ, ഞാൻ അളിയനോടൊന്ന് സംസാരിക്കട്ടെ, ലല്ലു പറഞ്ഞു. കല്ലു പിന്നെ മഹിയോട് സംസാരിച്ചു. അവളെ പൂർണ്ണമായി ഒഴിവാക്കി ഇവിടെ കൊണ്ടാക്കിയതാണോ നീ? ലല്ലു ചോദിച്ചു. ദേവ ഒന്നും മിണ്ടാതെ തലകുനിച്ചു. എന്റെ അനിയത്തിയെ എല്ലാം ക്ഷമിച്ചു കൂടെ കൂട്ടി ജീവിക്കാൻ ഞാൻ പറയുമെന്ന് കരുതിയോ നീ? ദേവ അത്ഭുതത്തോടെ നോക്കി. ഒരിക്കൽ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അവൾ പിന്നെയും ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യും. ഒരു കൊലപാതകിയെ കൂടെ കൂട്ടി ജീവിതം നശിപ്പിക്കാൻ ഞാൻ പറയില്ല. അതുകൊണ്ട് അവളെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യവും ഞാൻ ചെയ്തു തരാം. ലല്ലുവിൻ്റെ വാക്കുകൾ കേട്ട് ദേവ അവനെ നോക്കി. എൻ്റെ അമ്മയെ കൊന്ന അവളെ ഞാൻ എങ്ങനെ ഏട്ടാ ഇനിയും? പക്ഷേ അവളെ പൂർണ്ണമായും തള്ളിക്കളയാൻ എനിക്ക് ആകാത്ത അവസ്ഥയാണ് ഇപ്പോൾ, ദേവ പറഞ്ഞു. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞാണ് നിന്റെ പ്രശ്നമെന്ന് എനിക്കറിയാം. എൻ്റെ അനിയത്തി ആയതുകൊണ്ട് പറയുവാണ്. അവളുടെ സ്വഭാവം വെച്ച് അവൾ അതിനെ പുറലോകം കാണിക്കില്ല, ലല്ലു അവൻ്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു. എനിക്കറിയാം ഏട്ടാ, അവൾ ഇന്ന് കാറിൽ വെച്ച് എന്നെ അവളുടെ വരുതിയിലാക്കാനായി ശ്രമിച്ചു. അതിന് ആ കുഞ്ഞിനെ കൊല്ലുമെന്ന് പോലും ഭീഷണിപ്പെടുത്തി, ദേവ പറഞ്ഞു. നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. പിന്നെ നിർബന്ധിച്ച് നിന്റെ കൂടെ ഞാൻ അവളെ വിടില്ല. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഒരേട്ടനായിട്ട് നീ എന്ത് തീരുമാനമെടുത്താലും, അവനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചാൽ ഏട്ടൻ തെറ്റിദ്ധരിക്കരുത്, ദേവ ചോദിച്ചു. ഇല്ല, നീ ചോദിക്ക്. എൻ്റെ അനിയനെ പോലെയാണ് നീ എനിക്ക്. അതുകൊണ്ട് ഇങ്ങനെ ഒരു മുൻകൂർ ചോദ്യമൊന്നും വേണ്ടടാ, ലല്ലു ചിരിയോടെ പറഞ്ഞു. കല്ലുവിനോട് ഇപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹം ശരിക്കും ഉള്ളതാണോ, അതോ രുക്കുവിനു വേണ്ടി? ദേവ ചോദ്യം പകുതിക്ക് നിർത്തി. ലല്ലു അവനെ നോക്കി പുഞ്ചിരിച്ചു. നിന്റെ സംശയം ന്യായമാണ്. അങ്ങനെയാണല്ലോ ഈ വിവാഹം നടന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതെയായിരുന്നു ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. നീ പറഞ്ഞ പോലെ രുക്കുവിൻ്റെ നല്ല ജീവിതത്തിന് വേണ്ടി. പക്ഷേ ഇപ്പോൾ ഈ ലോകത്ത് ഞാൻ ആരെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് വിശ്വസിക്കുന്നത് എല്ലാം അവളെയാണ്, എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ. ഇനി ആർക്കു വേണ്ടിയും ആരുടെ വാക്ക് കേട്ടും ഞാൻ അവളെ തള്ളിക്കളയില്ല, വേദനിപ്പിക്കില്ല. എൻ്റെ അവസാന ശ്വാസം വരെ അവൾ എൻ്റെ ഒപ്പം ഉണ്ടാകും. ലല്ലു കല്ലുവിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ കണ്ണിലെ തിളക്കവും ചുണ്ടിലെ പുഞ്ചിരിയും കണ്ട് ദേവയുടെ കണ്ണും മനസ്സും നിറഞ്ഞു. എനിക്കിത് മതി ഏട്ടാ. അവൾ നിങ്ങളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അവൾ നിങ്ങളെ ഏതോ സ്വപ്നത്തിലൂടെയാണ് ആദ്യം കണ്ടത്. ആ സ്വപ്നം ഒടുവിൽ നിങ്ങളുടെ വിവാഹം വരെ എത്തിച്ചു. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്, ലല്ലു ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു. പിന്നെ ദേവ മഹിയെ കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി. ദേവ, എന്താ ലല്ലു പറഞ്ഞത്? മഹി സംശയത്തിൽ ചോദിച്ചു. ആ ഏട്ട ശരിക്കും ഒരു പച്ചയായ മനുഷ്യനാണ് അച്ഛാ. ആ വീട്ടിലുള്ളതിൽ വിവരം ആവശ്യത്തിൽ കൂടുതൽ ഉള്ള മനുഷ്യൻ. ഒരു ഏട്ടനും സ്വന്തം പെങ്ങളെ ഡിവോഴ്സ് ചെയ്യാൻ അളിയനെ പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേ ഇവിടെ എൻ്റെ ഒപ്പം അതിനും തയ്യാറായി നിൽക്കുവോ അളിയൻ, ദേവ സന്തോഷത്തോടെ പറഞ്ഞു. പക്ഷേ മഹിക്കതിൽ സന്തോഷിക്കാനായില്ല. കാരണം സ്വന്തം മകൻ്റെ ജീവിതം ഇങ്ങനെ. വർഷങ്ങളോളം തൻ്റെ ഒപ്പം നിന്ന ഭാര്യ പോയി. ദേവ, നമുക്ക് ആദിയുടെ കാര്യം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചാലോ? ദേവ അച്ഛനെ തറപ്പിച്ചൊന്ന് നോക്കി. അച്ഛാ, അവൾ എന്നെ ഇപ്പോൾ മറക്കാൻ ശ്രമിച്ചു. രുദ്രേട്ടനെ സ്നേഹിക്കാൻ തുടങ്ങി. ആ അവളെ എന്തിനാ വെറുതെ എൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്? അവൾ ഹാപ്പിയായിട്ട് ഇരിക്കട്ടെ. ആ മനുഷ്യൻ അവളെ അത്രയ്ക്ക് ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. അത് ഞാനായിട്ട് തകർക്കാൻ പാടില്ല, ദേവ പറഞ്ഞു. അപ്പോൾ നിന്റെ ജീവിതം ഇങ്ങനെ നശിക്കട്ടെന്നാണോ? ഞാൻ അനുവദിക്കില്ല ദേവ അതിന്, മഹി പറഞ്ഞു. അച്ഛാ, ഇപ്പോൾ എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട. എൻ്റെ ജീവിതം തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ പോട്ടെ, ദേവ പറഞ്ഞു. പിന്നെ മഹി ഒന്നും സംസാരിക്കാൻ പോയില്ല. പക്ഷേ ആദിയെ കണ്ടു കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. ലല്ലു മുറിയിലെത്തുമ്പോൾ കല്ലു എന്തോ ആലോചിച്ച് കണ്ണാടിയുടെ മുന്നിൽ ചിരിയോടെ നിൽപ്പുണ്ട്. അവൻ ശബ്ദമുണ്ടാക്കാതെ പോയി അവളെ പിറകിൽ നിന്ന് പുണർന്നു. കല്ലു ഒന്ന് ഞെട്ടി. പിന്നെ പുഞ്ചിരിയോടെ അവനെ നോക്കി. എന്താ എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഈ ആലോചിച്ചു കൂട്ടുന്നേ? അവളുടെ കവിളിൽ മുത്തിക്കൊണ്ടായിരുന്നു ചോദ്യം. ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. പക്ഷേ അതേസമയം എനിക്ക് വേണ്ടി ജീവിതം നശിപ്പിച്ച എൻ്റെ ഏട്ടനെ ഓർത്ത് സങ്കടവുമുണ്ട്, കല്ലു പറഞ്ഞു. അവർ തമ്മിൽ പിരിഞ്ഞാലും നീ ഒരിക്കലും അവനെ കുറ്റപ്പെടുത്തരുത്. അവൻ്റെ ആ തീരുമാനം തന്നെയാണ് ശരി. ജീവിതം പൂർണ്ണമായി നശിച്ചു പോകില്ല. അതിന് ഞാൻ അവനെ അനുവദിക്കില്ല. കാലം മായ്ക്കാത്ത മുറിവുണ്ടാകില്ല. അവൻ്റെ മുറിവിന് മരുന്നുണ്ടാകും.
ഉടനെ അല്ലെങ്കിൽ പോലും, ലല്ലു പറഞ്ഞു. കല്ലുവിന് അതൊരു ആശ്വാസം തോന്നി. എങ്കിലും എന്തോ ഒരു സങ്കടം അവളെ അലട്ടി. എല്ലാം നല്ല രീതിയിൽ വന്നാൽ മതിയായിരുന്നു. മാറിക്കേ, ഞാൻ പോയി ഈ വേഷം മാറട്ടെ. അവന്റെ കൈ തട്ടി നീക്കിക്കൊണ്ട് കല്ലു പറഞ്ഞു. ലല്ലു ചിരിയോടെ അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. കല്ലു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എന്റെ കുഞ്ഞിപ്പെണ്ണിനോട് മനസ്സ് തുറന്ന ദിവസമല്ലേ? അപ്പോൾ എനിക്കൊരാഗ്രഹം. അവന്റെ പതിഞ്ഞ ശബ്ദവും അവന്റെ നോട്ടവും അവളിലൂടെ വിറയൽ കടന്നുപോയി. എന്താ? അവളുടെ വിറച്ച ശബ്ദവും പിടയ്ക്കുന്ന കണ്ണും വിറകൊള്ളുന്ന ചുണ്ടുകളും അവനിൽ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ ഉടലെടുത്തു. എനിക്ക് തത്തമ്മ ചുണ്ടിൽ ഒന്ന് ചുംബിക്കണം. ഇതിലെ മധുകണങ്ങൾ നുകർന്നുകൊണ്ട് നിന്നെ പുണരണം. അവനിലെ ആ ഭാവം അവൾക്ക് പുതുമയുള്ളതാണ്. അവൾ പിടയ്ക്കുന്ന മിഴികൾ ഉയർത്തി അവനെ നോക്കി. അവന്റെ കണ്ണിലെ പ്രണയം അവൾക്ക് കണ്ടില്ലെന്ന് നടിക്കാനായില്ല. അവൾ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയായിരുന്നു അവനുള്ള ഉത്തരം. അവളെ അവനോട് ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകളിൽ മുത്തി, നെറ്റിയിൽ മുത്തി. ഒടുവിൽ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർക്കാൻ തുടങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. അവൻ ആ കണ്ണുകളിൽ ഊതി. ഈ കണ്ണുകൾ തുറന്നിരിക്കണം. എന്റെ ചുംബനത്തിൽ ഈ കണ്ണുകൾ വിടരുന്നത് എനിക്ക് കാണണം. കണ്ണുകൾ കഥ പറയണം. ചുണ്ടുകൾ തമ്മിൽ പ്രണയം കൈമാറുമ്പോൾ. ലല്ലു പറഞ്ഞു തീർന്നതും അവളുടെ ചുണ്ടുകളെ കവർന്നിരുന്നു. കണ്ണുകൾ അടഞ്ഞു പോയെങ്കിലും അവൾ ആ കണ്ണുകൾ വലിച്ചു തുറന്നു. അവന്റെ കണ്ണുകൾ അവളോട് കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞു. അവളുടെ കൈകൾ അവന്റെ തലമുടിയിലൂടെ ഇഴഞ്ഞു. അവന്റെ കൈകൾ അവന്റെ കുഞ്ഞിപ്പെണ്ണിനെ അവനോട് ചേർത്ത് പിടിച്ചിരുന്നു. ചുണ്ടുകൾ അവളെ വേദനിപ്പിക്കാതെ അവളെ നുകർന്നു. ഏട്ടാ! പെട്ടെന്ന് പുറകിൽ നിന്നൊരു അലർച്ച കേട്ടതും ലല്ലുവും കല്ലുവും അകന്നു. ചുംബനം നഷ്ടമായ ഒരു ചെറു ദേഷ്യം അവനിൽ ഉടലെടുത്തു. അവൻ അവളുടെ ചുണ്ടിൽ ഒരിക്കൽ കൂടെ അമർത്തി ചുംബിച്ച് മുഖം തുടച്ചു കൊടുത്തു. എന്നിട്ട് തിരിഞ്ഞ് രുക്കുവിനെ ദേഷ്യത്തിൽ നോക്കി. എന്താടി, നിനക്കൊരു മുറിയിലേക്ക് കടന്നു വരുമ്പോൾ അനുവാദം ചോദിക്കാൻ അറിയില്ലേ? ലല്ലുവിന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം കല്ലുവിനെ ഒന്ന് പേടിപ്പിച്ചു. ഒപ്പം രുക്കുവിനെയും. രുക്കുവിൽ അത് പെട്ടെന്ന് ദേഷ്യം നിറച്ചു. ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഏട്ടൻ ഇത്ര പെട്ടെന്ന് ഇന്നലെ വന്നവളുടെ കൂടെ ഇവിടെ. ഛേ! രുക്കു അത്രയും പറഞ്ഞ് മുഖം തിരിച്ചു. കല്ലു പെട്ടെന്ന് വല്ലാതെയായി. അവൾ ലല്ലുവിനെ നോക്കി. എന്താടി ബാക്കി പറയാതെ നിർത്തിയത്? പറയൂ. ലല്ലു അവളുടെ അടുത്തേക്ക് പോയി ദേഷ്യത്തിൽ ചോദിച്ചു. ഏട്ടൻ എങ്ങനെ കഴിഞ്ഞു? തനിയും ഏട്ടത്തിയെ മറന്ന് ഇവളെ ഒരു ഭാര്യയായി കാണാൻ ലല്ലുവിൻ്റെ മനസ്സിളക്കാനായി പറഞ്ഞു. അവൾ എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ കഴിയുന്നത് ഇവളാണ്, എൻ്റെ ഭാര്യ. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഇങ്ങനെ പലതും നടക്കും. അതൊന്നും ഭർത്താവിനെ മയക്കി കിടത്തി കാര്യം കാണാൻ ശ്രമിക്കുന്ന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്ക് പാവങ്ങളെ തലക്കടിച്ച് കൊല്ലാനും നന്നായി അഭിനയിക്കാനുമല്ലേ അറിയൂ. പിന്നെ പുതിയ അഭിനയവും അടവും കൊണ്ട് ഇവിടെ വന്നാൽ എൻ്റെ കൈ ആയിരിക്കും ഉത്തരം പറയുന്നത്. രുക്കുവിനെ നോക്കി ദേഷ്യത്തിൽ വിരൽ ചൂണ്ടി ലല്ലു പറഞ്ഞു. രുക്കു എന്തോ പറയാൻ വന്നതും ലല്ലുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. ഹലോ. കോൾ എടുത്തു കഴിഞ്ഞതും ലല്ലുവിൻ്റെ മുഖം മാറി. അവിടെ ടെൻഷൻ നിറയുന്നത് കല്ലുവും രുക്കുവും കണ്ടു. എപ്പോൾ? ലല്ലു വിറയലോടെ ചോദിച്ചു. ഞാൻ ദാ എത്തി. കോൾ കട്ടാക്കി ഒരു ഓട്ടമായിരുന്നു ലല്ലു. കല്ലു കാര്യം മനസ്സിലാകാതെ അവൻ്റെ പിന്നാലെ ഓടി താഴെ വന്നപ്പോൾ അവൻ കാറെടുത്ത് പോയിരുന്നു. കല്ലുവിൻ്റെ ഉള്ളിൽ വല്ലാത്ത പേടി നിറഞ്ഞു.